കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. കൊച്ചിയിലെ ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. ക്യാൻസർ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് ആലുവയിലെ വീട്ടുവളപ്പിൽ നടക്കും. ബിനിലും രാഗിനും വിവരങ്ങളുമായുണ്ട്. ബിനിൽ, ഏറെ ദിവസങ്ങളായി ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത്. ഇപ്പോൾ ആരൊക്കെയാണ് ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്? നാളെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സമയക്രമം? ദിവിഷ, വൈകിട്ട് 5:33 മലയാള സിനിമയുടെ അമ്മയായ പൊന്നമ്മയുടെ മരണം സംഭവിക്കുന്നത്. ഈ മാസം 3-ാം തീയതി മുതൽ എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദിവിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർബുദ രോഗബാധയെ തുടർന്നാണ് കവിയൂർ പൊന്നമ്മയുടെ അന്ത്യം. കഴിഞ്ഞ മെയ് മാസത്തിലാണ് അർബുദ രോഗമുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത്. പിന്നീട് 4 മാസത്തോളം നീണ്ട ചികിത്സയായിരുന്നു. അതിനിടയിൽ ഈ രോഗം മൂർച്ഛിക്കുന്നത് ഈ മാസം ആദ്യമാണ്. അങ്ങനെയാണ് ലിസി ആശുപത്രിയിലേക്ക് കവിയൂർ പൊന്നമ്മയെ എത്തിക്കുന്നത്. പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ഇത്രയും ദിവസം കവിയൂർ പൊന്നമ്മ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി രോഗം കൂടുതൽ മൂർച്ഛിക്കുകയും കടുത്ത രീതിയിലേക്ക് വരികയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ട് 5:33 മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ഈ മരണസമയത്ത് ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ആശുപത്രിയിൽ ഒരു ചെറിയ സമയത്തേക്കുള്ളൊരു പൊതുദർശനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ, സിനിമാ സംഘടനാ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അരനൂറ്റാണ്ടിലേറെ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു കവിയൂർ പൊന്നമ്മ. നമ്മുടെ മനസ്സിലെല്ലാം തന്നെ ഒരു സിനിമയിലെ ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഓടി വരുന്ന മുഖം എന്നത് കവിയൂർ പൊന്നമ്മയുടെ മുഖമാണ്. ആ മുഖം മനസ്സിലില്ലാത്ത മലയാളികളില്ല. അതുകൊണ്ട് തന്നെ സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. സുരേഷ് ഗോപി 7:30 ലിസി ആശുപത്രിയിലെത്തി. അദ്ദേഹം ഈ ആശുപത്രിക്കുള്ളിൽ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ സിബി മലയിൽ, ബി ഉണ്ണികൃഷ്ണൻ, മറ്റ് സിനിമാ സംഘടനാ ഭാരവാഹികൾ, ദിലീപ് അല്പം മുമ്പ് ഇവിടെ എത്തി മടങ്ങി. അങ്ങനെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളൊക്കെ തന്നെ എത്തി തങ്ങളുടെ സിനിമയിലെ അമ്മ, അതോടൊപ്പം തന്നെ മലയാള സിനിമയുടെ ഒരു മുഖമായിരുന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടി ഒരു 11 മണിയോടുകൂടി ലിസി ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആശുപത്രിയുടെ മോർച്ചറിയുടെ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയായിരിക്കും പൊതുദർശനം. അല്പസമയത്തിനകം തന്നെ മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിക്കും. അവിടെ ഈ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ റിപ്പോർട്ടർ എസ് രാഗിനും ക്യാമറ ആൻ്റണിയും ഒക്കെ തന്നെ അവിടെ ഉണ്ട്. അവിടെയായിരിക്കും മൃതദേഹം കൊണ്ടുവരിക. പൊതുദർശനം അവിടെയായിരിക്കും നടക്കുക. അതിനുശേഷം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. നാളെ രാവിലെ 9 മണി മുതൽ കളമശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം ഏർപ്പാടാക്കിയിരിക്കുന്നത്. അവിടെയായിരിക്കും മലയാള സിനിമയിലെ ചലച്ചിത്ര പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനുമൊക്കെ തന്നെ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമൊരുക്കുക. 12 മണിവരെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം കവിയൂർ പൊന്നമ്മ ദീർഘകാലമായി താമസിക്കുന്ന ആലുവയിലാണ്. ആലുവയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. വൈകിട്ട് 4 മണിക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളുടെ, സംസ്ഥാന ബഹുമതികളുടെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനെക്കുറിച്ച് തന്നെയാണ് സർക്കാരും ആലോചിക്കുന്നത്. ദിവിഷ്.